Hi friends, welcome you all to my YouTube channel Travel and Eat with Arju. യാത്രയും ചെയ്യാം ഭക്ഷണവും കഴിക്കാം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ ചെറുതായി ലുക്കിലൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. മുടിയൊക്കെ വെട്ടി, പറ്റ വെട്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് നീരിറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരും. അപ്പോൾ മുടിയങ്ങോട്ട് വെട്ടിയപ്പോൾ അത് പറ്റയായി. നമ്മുടെ ഫ്രണ്ട്സിലെ ജയറാബേട്ടനെ പോലെ. അപ്പൊ അതൊന്ന് മറയ്ക്കാൻ വേണ്ടി കുറച്ച് മെച്യൂരിറ്റി കാണിക്കാൻ വേണ്ടി ഒരു കണ്ണടയും വെച്ചു. അപ്പോൾ ഇന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഏതാണ്ട് 10 ദിവസമായി കണ്ടിട്ട്. എങ്ങനെയുണ്ട്? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിരിക്കണു. സോ പല സുഹൃത്തുക്കളും കമന്റ് സെഷനിലൊക്കെ ചോദിച്ചു, എന്ത് പറ്റി, വീഡിയോ ഒന്നും കാണാനില്ലല്ലോ, എന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് കണ്ടന്റുകൾ അങ്ങനെ ഒന്നും കിട്ടിയില്ല, അതാണ്. അപ്പോൾ ഇത്രയും 10 ദിവസത്തെ ഗ്യാപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു നല്ല വീഡിയോ ആയിട്ട് വരണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ട്രാവൽ സീരീസ് ആരംഭിക്കുകയാണ്. ചോട്ടാ ട്രാവൽ സീരീസ്. നമ്മൾ പോകുന്നു മൈസൂരുവിലേക്ക്. യെസ്, സൗത്ത് ഇന്ത്യയിലെ പാലസ് സിറ്റി എന്നറിയപ്പെടുന്ന കർണാടകയുടെ മൈസൂരിലേക്കാണ് യാത്ര. ഈ യാത്രയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ യാത്രയിൽ ഞാനും നിങ്ങളും മാത്രമേ ഉള്ളൂ. അതായത് യാത്ര ചെയ്യുന്ന സോളോ ട്രിപ്പാണ്. ഡിജിറ്റലി നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടെന്ന് എനിക്കറിയാം. സോ നമുക്ക് പോകാം മൈസൂരുവിലേക്ക്. ബസ്സിലാണ് കേട്ടോ യാത്ര. ഇവിടെ വീടിന് മുന്നിൽ നിന്ന് തന്നെ ബസ് കിട്ടും. അതായത് തൃശ്ശൂരിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്നൊരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. ഞാൻ പൊതുവെ നടക്കാൻ ഇറങ്ങുമ്പോൾ കാണാറുണ്ട് ആ ബസ്. ആ ബസ് നിർത്തുമോന്ന് എനിക്കറിയില്ല. അതാണ് എൻ്റെ പ്ലാൻ എ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ മൈസൂർ ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങാം. പിന്നെ നമുക്ക് മൈസൂർ ചുറ്റാം. അങ്ങനെയാണ് പ്ലാൻ. പെട്ടെന്നിട്ട പ്ലാനാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ ബസ് സ്റ്റോപ്പ് ടു ക്യാച്ച് മൈസൂരു സൂപ്പർ ഫാസ്റ്റ്. സമയം ഏതാണ്ട് 7:30 ആവുന്നു. പക്ഷെ എന്നാലും കടകളൊന്നും അങ്ങനെ തുറന്നിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ കണയം ശ്രീകുറുമ്പക്കാവിലെ പൂരമാണ്. 3 ഗജവീരന്മാരുണ്ട് ഈ വരുന്ന ഫെബ്രുവരി 12, 13 ദിവസങ്ങളിൽ. ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബസ്, ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന ബസ് തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സാണ്. 7 മണിക്ക് തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഒരു 7:50, 8 മണിക്കൊക്കെയാണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത്, നമ്മുടെ വാടനാംകുറിശ്ശിയിലൂടെ. ഇനിയിപ്പോൾ പട്ടാമ്പി, പെരിന്തൽമണ്ണയൊക്കെ കടന്നിട്ട് ആണ് പോകുന്നത്. ഈ ഒരു യാത്രയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. 3 സ്റ്റേറ്റ് കടന്നാണ് ഈ ബസ് പോകുന്നത്. അതായത് കേരളം, തമിഴ്നാട്, പിന്നെ കർണാടക. ഇതെല്ലാം ഏറ്റവും വലിയ കോമഡി. ഈ ബസ് ഇവിടെ നിർത്തുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. കാരണം നമ്മുടെ ഒരു ചെറിയ ബസ് സ്റ്റോപ്പാണ്, ഒരു സൂപ്പർ ഫാസ്റ്റാണ്. നമുക്ക് ഇങ്ങനെ മൈസൂർക്കാണെന്ന് ഇങ്ങനെ കാണിക്കാൻ ഡ്രൈവർക്ക് മനസ്സിലായാൽ നിർത്തുമായിരിക്കും. ദൂരേന്ന് വരുന്നുണ്ട് നമ്മുടെ KSRTC ബസ്. അപ്പോൾ ഇനി ബസ്സിൽ കയറിയിട്ട് കാഴ്ചകൾ കാണാം. ബസ്സിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, എന്നാലും എനിക്കൊരു സീറ്റ് കിട്ടി. ഇത് റിസർവേഷൻ ഉള്ള ബസ്സാണ്, അതുകൊണ്ട് തന്നെ മിക്ക സീറ്റുകളും റിസർവ്ഡ് ആണ്. പക്ഷേ എനിക്ക് ഭാഗ്യത്തിനൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വാടാനാംകുറിശ്ശിയിൽ നിന്നും മൈസൂരിലേക്ക് 268 രൂപ. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം കുലുക്കൊണ്ട്. നമ്മുടെ പട്ടാമ്പിയിൽ മാക്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഈ ബസ്സിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് തൃശ്ശൂർ, വടക്കാഞ്ചേരി, ഷൊർണൂർ, പട്ടാമ്പി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, വണ്ടൂര്, വഴിക്കടവ്, നാടുകാണി, ഗൂഡല്ലൂര്, ഗുണ്ടൽപേട്ട്, നഞ്ചങ്കോട് വഴി മൈസൂര്. എൻ്റെ നാടായ വാടനാംകുറിശ്ശിയിൽ നിന്ന് ഏതാണ്ട് 230 കിലോമീറ്റർ അകലത്തിലാണ് മൈസൂരുള്ളത്. അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ എത്തുന്നു. ഇത് കണ്ടോ, ഒരു ഡബിൾ ഡെക്കർ ബസ്. ആക്ച്വലി ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്, ടീ ടൈം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ്. മൈസൂരിലേക്ക് ട്രെയിൻ മാർഗം പോകണമെങ്കിൽ ഇവിടുന്ന് ബാംഗ്ലൂർ പോയിട്ട് പിന്നെ മൈസൂർ പോകണം. അല്ലെങ്കിൽ പിന്നെ കോയമ്പത്തൂർ പോയിട്ട് ബസ് വഴി ദിമ്പം ഗഡ്സൊക്കെ കയറിയിട്ടും മൈസൂർ പോവാം. പക്ഷേ അതൊക്കെ നമ്മൾ ഈ മൂക്ക് വളഞ്ഞ് പിടിക്കുക എന്ന് പറയില്ലേ, അതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിലെത്താവുന്ന ഒരു റൂട്ട് ഇത് തന്നെയാണ്. ആൻഡ് സൗകര്യത്തിന് ഒരു ബസ്സും ഉണ്ട്. പെരിന്തൽമണ്ണ അങ്ങാടിക്ക് കയറുകയാണ്. അങ്ങനെ പെരിന്തൽമണ്ണ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് നമ്മുടെ ബസ് കയറുന്നു. ഇവിടെ ഒരു 10 മിനിറ്റ് ബസ്സിന് ഹാൾട്ട് ഉണ്ടാവും.
fight, never quit, do it right, play the game, win it life, have no shame, there's no time, feel the pain, live the grind, I could change, in my mind, pick a lane. 10 മിനിറ്റ് ഹോൾട്ടിന് ശേഷം പെരിന്തൽമണ്ണയിൽ നിന്ന് പുറപ്പെട്ടു. ഇനി അടുത്തത് നിലമ്പൂരാണ്. ചാലിയാർ പുഴയിൽ വെള്ളം തീരെ കുറവാണല്ലോ. തേക്ക് മരങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ കോവിലകങ്ങൾ കൊണ്ടും വളരെ പ്രസിദ്ധമായ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന സ്ഥലം. നിലമ്പൂർ പട്ടണം എത്താൻ 2 കിലോമീറ്റർ മുമ്പുള്ള കനോലി പ്ലോട്ടിന് മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കനോലി പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1846 സ്ഥാപിതമായിട്ടുള്ള ഈ ഒരു എക്കോ ടൂറിസം സെൻ്ററാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചേർന്ന ടീക്ക് പ്ലാന്റേഷൻ. തേക്ക് മരങ്ങളോടൊപ്പം തന്നെ മറ്റ് വൃക്ഷങ്ങളായിട്ടുള്ള മഹാഗണി, റോസ്വുഡ്, ബാംബു എന്നീ മരങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായി കനോലി പ്ലോട്ടിനോടൊപ്പം തന്നെ ആട്യമ്പാറ വാട്ടർഫോൾസ്, തേക്ക് മ്യൂസിയം, നെടുങ്കയം റെയിൻ ഫോറസ്റ്റ് എന്നിവ നിലമ്പൂർ ടൗണിൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു. നേരത്തെ ഞാനൊരു പ്ലാൻ എ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. ഈ ബസ് എങ്ങാനും കിട്ടിയില്ലെങ്കിൽ എൻ്റെ പ്ലാൻ ബി എന്ന് പറയുന്നത് നിലമ്പൂരിലേക്ക് ട്രെയിനിൽ വരിക, നിലമ്പൂരിൽ നിന്ന് ഗൂഡല്ലൂർ ബസ്, ഗൂഡല്ലൂരിൽ നിന്ന് മൈസൂർ. നമ്മുടെ യാത്രയിലെ ഒരു മെയിൻ സ്റ്റോപ്പായിട്ടുള്ള നിലമ്പൂർ എത്തിയിരിക്കുകയാണ് നമ്മുടെ ബസ്, മൈസൂർ വണ്ടി. ഇപ്പോൾ സമയം ഏതാണ്ട് 10:10 നിലമ്പൂർ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ വഴിക്കടവ്, അത് കഴിഞ്ഞാൽ നാടുകാണി ചുരം കയറിയിട്ട് നമ്മൾ പോകുന്നത് ഗൂഡല്ലൂർക്കാണ്. ഗൂഡല്ലൂരുള്ളത് തമിഴ്നാട്ടിലാണ്. ഗൂഡല്ലൂരിൽ നിന്ന് മൈസൂർക്ക്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഹാൾട്ട് പോയിന്റ് എന്ന് പറയുന്നത് വഴിക്കടവാണ്. പക്ഷേ വഴിക്കടവിൽ അധികം സമയം നിർത്തുന്നുണ്ടാവില്ല. ഇവിടെ ചെറിയൊരു 5 മിനിറ്റ് സ്റ്റോപ്പുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഗുണ്ടൽപേട്ടിലാണ് അവർ ലഞ്ചിന് നിർത്തുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവരെയുള്ള കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ സ്ഥിരമായി വരുന്നത് കൊണ്ട് അധികം ഞാൻ ഷൂട്ട് ചെയ്തില്ല. നമുക്ക് നാടുകാണി ചുരമൊക്കെ കയറിയിട്ട് ഗൂഡല്ലൂരിന് ശേഷം വിശദമായിട്ട് ഷൂട്ട് ചെയ്യാം. ബസ്സിൽ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഈ ബസ് ഏതാണ്ട് 135 കിലോമീറ്ററോളം കേരളത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ഏതാണ്ട് 55 കിലോമീറ്ററോളം തമിഴ്നാട്ടിൽ സഞ്ചരിക്കുന്നുണ്ട്. പിന്നെ ഒരു 78 കിലോമീറ്ററോളം കർണാടകയിലും സഞ്ചരിക്കുന്നു. ബസ് അങ്ങനെ വഴിക്കടവ് എത്തുന്നു. നിലമ്പൂർ താലൂക്കിൽപ്പെട്ട വഴിക്കടവ് മലപ്പുറം ജില്ലയുടെയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെയും ഒരു ബോർഡറാണ്. വഴിക്കടവ് ടൗണിൽ നിന്നും 2 കിലോമീറ്റർ മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിലെ നീലഗിരി ഡിസ്ട്രിക്റ്റിൽപ്പെട്ട നാടുകാണി ചുരം കയറാനുള്ള ഹെയർ പിന്നുകൾ ആരംഭിക്കുകയായി. പൊതുവെ ഈ റൂട്ടിൽ ബസ്സുകളുടെയൊക്കെ തന്നെ ഒരു ഹാൾട്ട് പോയിന്റ്, ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയിട്ടുള്ളൊരു ഹാൾട്ട് പോയിന്റ് ഈ വഴിക്കടവാണ്. വഴിക്കടവിൽ നിന്ന് ആരംഭിക്കുന്ന ഒരുപാട് സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസുകളും ഉണ്ട്. അങ്ങനെ നമ്മൾ നാടുകാണി ചുരം പതിയെ കയറി തുടങ്ങി. ബസ്സിലുള്ള ഒരുവിധപ്പെട്ട എല്ലാവരും തന്നെ വീഡിയോ എടുപ്പിൻ്റെ തിരക്കിലാണ്. ഞാൻ ആദ്യം മുതലേ വീഡിയോ എടുപ്പിലാണല്ലോ. ബസ് ചുരം കയറുമ്പോൾ നമ്മുടെ ചെവി പെട്ടെന്ന് അടയാനും അതുപോലെ തന്നെ ഓപ്പൺ ആവാനും നല്ലോണം സാധ്യതയുണ്ട്. ചുരത്തിലാണെങ്കിലും നമ്മുടെ ഡ്രൈവർ സാറ് വന്നിട്ടൊരു ലോറിയെ അതിസാഹസികമായിട്ട് ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വഴിയിൽ ആന ഇറങ്ങുന്നതാണ് എന്ന് ബോർഡുകളൊക്കെ ഉണ്ട്. ആനേനെയൊന്നും കണ്ടില്ല ഇപ്പോൾ, പക്ഷേ വഴി നിറച്ചും കുരങ്ങന്മാരുണ്ട്. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സഹോദരി പറയുന്നത് രാത്രി സമയത്ത് ഇതുവഴി ആനകൾ വരുന്നത് എപ്പോഴും കാണാറുണ്ട് എന്നാണ്. ബസ് 12:40 തമിഴ്നാട്ടിലെ നാടുകാണിയിൽ എത്തിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്ന ബസ്സുകൾ ഈ നാടുകാണി ചുരം വഴി വരുമ്പോൾ ഇവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്യും. നാടുകാണിയിൽ നിന്നും ചേരമ്പാടി, താലൂര്, ചുള്ളിയോട് വഴി സുൽത്താൻ ബത്തേരിയിലേക്ക് റൂട്ടുണ്ട്. നമ്മളിപ്പോൾ ഗൂഡല്ലൂർ ടൗണിലേക്ക് കയറുകയാണ്. കഴിഞ്ഞ മെയ് മാസം നമ്മുടെ രേവന്തിൻ്റെ കല്യാണത്തിന് പാട്ടവായലിലേക്ക് പോയത് ഈ ഗൂഡല്ലൂർ വഴിയാണ്. അപ്പോൾ ആ ഒരു ട്രാവൽ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഗൂഡല്ലൂർ ടൗണിനെ കുറിച്ചൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടുള്ള റൂട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പുതിയതാണ്. ഇതുവരെ ആ റൂട്ടിൽ യാത്ര ചെയ്തിട്ടില്ല. ബസ് അങ്ങനെ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽപ്പെട്ട മുതുമലൈ ടൈഗർ റിസർവ് സെൻറ്ററിലേക്ക് കയറി. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്റ്റേറ്റ്, അതായത് കേരള, തമിഴ്നാട്, കർണാടക, ഇതിൻ്റെ ഒരു ട്രൈ ജംഗ്ഷൻ പോയിൻ്റാണ്.
ഇവിടെ ധാരാളം മൃഗങ്ങളെ കാണാൻ പറ്റും. രാത്രി കാലങ്ങളിൽ ഇതിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. 9 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും. പിന്നെ രാവിലെ 6 മണിക്ക് ഓപ്പൺ ചെയ്യുള്ളൂ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനേനെയും കരടീനെയൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും പുലീനെയൊന്നും കാണാൻ പറ്റുമായിരിക്കില്ല പകൽ സമയത്ത്. മാനുകൾ ഇഷ്ടം പോലെ കാണാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ടല്ലോ, മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. ഈ പറയുന്ന മസനഗുഡി ഈ മുതുമലയുടെ ഒരു ഭാഗമാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 45 കിലോമീറ്റർ മാത്രമാണ് ഊട്ടിയിലേക്കുള്ളൂ. അവിടെ ഇവിടെ ആയിട്ട് 2-3 മാനുകളൊക്കെ കണ്ടു. അപ്പോൾ എന്തായാലും ഒന്ന് ഫ്രണ്ടിൽ പോയിട്ട് കുറച്ച് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. റോഡൊക്കെ കുറച്ച് ശോചനീയാവസ്ഥയിലാണ് കേട്ടോ. ഇവിടെ ഒന്ന് ചെറുതായി സ്ലോ ഡൗൺ ചെയ്തപ്പോഴാണ് 2-3 മാനുകളെ നമ്മൾ അടുത്ത് കണ്ടത്. അവരിങ്ങനെ നോക്കുകയാണ് ഇത് എന്താ സാധനം പോണെന്ന്. അങ്ങനെ യാത്ര തുടർന്നു. ദൂരെ ആനകളെ കാണാൻ പറ്റിയിരുന്നു കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ ആ അറ്റത്തൊരു ആന നിൽപ്പുണ്ട്. വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വന്നതാണ്. അവരുടെ സൗര്യവികാരത്തിന് നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ലല്ലോ. ഈ റോഡിൽ ഒരുപാട് ഹമ്പുകളുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പീഡിൽ ബസ്സും ലോറിയൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതൊരു നല്ല കാര്യം തന്നെയാണ് ആക്ച്വലി. ഇതാ അങ്ങ് ദൂരെ ഇതാ ഒരു ആന നിൽക്കുന്നു, കാണുന്നുണ്ടോ നിങ്ങൾ? ഇതാ നിൽക്കുന്നു. ഇതാ ഇവിടെ ഒരു ആന ഉണ്ട്, 2 ആനകൾ. നേരത്തെ നമ്മളൊരു പാലം ക്രോസ് ചെയ്തില്ലേ, അതുവഴി നമ്മൾ കർണാടകയിലേക്ക് എത്തി. കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെയാണ് ഇനി നമ്മുടെ യാത്ര. തമിഴ്നാട്ടിൽ അത് മുതുമലൈ, കർണാടകയിൽ ബന്ദിപ്പൂർ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് സെന്ററുകളിൽ ഒന്നാണിത്. രാവിലെ 6 മണി മുതൽ 9 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയാണ് ഇവിടെ ബസ് സഫാരി ഉള്ളത് ടൈഗേഴ്സിനെ കാണാനായിട്ട്. അതുപോലെ തന്നെ ജീപ്പിലും ഉണ്ട്. ബസ് സഫാരി ഒരാൾക്ക് 350 രൂപയും ജീപ്പ് സഫാരിക്ക് ഒരു ടീമിന് 3000 രൂപയാണ് കോസ്റ്റ്. ചാമരാജ്നഗർ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ഈ ഒരു സ്ഥലത്തേക്ക് മൈസൂരിൽ നിന്ന് 45 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത മെയിൻ സ്റ്റോപ്പായിട്ടുള്ള ഗുണ്ടൽപേട്ടിലെ KSRTC ബസ് സ്റ്റാൻഡാണ് നിങ്ങൾ കാണുന്നത്. വീട്ടിൽ നിന്ന് 7 മണിക്ക് 2 പൂരി കഴിച്ച് ഇറങ്ങിയതാണ്. അതുകൊണ്ട് നല്ല വിശപ്പ്. സമയം 2 മണിയായി. അപ്പോൾ വിശപ്പിൻ്റെ വിളി എന്നെ മാത്രമല്ല ഡ്രൈവറിനെയും കണ്ടക്ടറിനെയും വിളിച്ചു തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബസ് ലഞ്ച് ബ്രേക്കിന് നിർത്തിയിട്ടോ. നിർത്തിയ സ്ഥലത്ത് ഒരുപാട് ബസ്സുകൾ കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ സ്ഥിരം ബസ്സുകാർ നിർത്തുന്ന സ്ഥലം, തലശ്ശേരി സ്റ്റൈല്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ബസ് ഏതാണ്ട് ഒരു 200 കിലോമീറ്ററോളം യാത്ര ചെയ്തു. ഇനി ഒരു 60 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് ഗുണ്ടൽപേട്ടിലാണ്, കർണാടകയിലെ ഗുണ്ടൽപേട്ട്. അത് പ്രൊണൗൺസ് ചെയ്യുന്നത് ഗുണ്ട്ലൂപേട്ട് എന്നാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഭയങ്കര രീതിയിൽ മറ്റേ പൂക്കളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഫ്ലവർ പോർട്ട് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗുണ്ടൽപേട്ടിൽ നിന്ന് ഇനി മൈസൂരിലേക്ക് ഇനി 60 കിലോമീറ്റർ യാത്രയുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. തൊട്ട് പുറകിലുള്ള തലശ്ശേരി ഹോട്ടൽ. തലശ്ശേരി ഹോട്ടൽ എന്നൊക്കെ പേര് മാത്രമാണോ മറ്റേ മലയാളികളുടെ തന്നെ ആണോ എന്നറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം, നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്തായാലും ഞാൻ ഒരു തലശ്ശേരി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി അങ്ങോട്ട് ഓർഡർ ചെയ്തു.
എൻ്റെ മുമ്പിലത്തെ സീറ്റിൽ യാത്ര ചെയ്യുന്ന മടിക്കേരി സ്വദേശിയായിട്ടുള്ളൊരു ചേട്ടൻ പറഞ്ഞത് ഇവിടുന്ന് പലപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഫുഡ് അത്ര പോരാന്നാണ്. എന്തായാലും വിശപ്പുണ്ട്, കഴിച്ചു നോക്കാം. ബിരിയാണി കഴിച്ചു, കുഴപ്പമില്ല, അത്ര മോശമൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ അത്ര നല്ലതുമല്ല. ഓക്കെ, ഇനി നമുക്ക് യാത്ര ആരംഭിക്കാം. അപ്പോൾ അരമണിക്കൂറോളം ഹോൾട്ട് ഉണ്ട്, ഇനിയും ഒരു 10 മിനിറ്റോളം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇവിടെ പോകുന്ന വഴിയിൽ റെസ്റ്റ് റൂമും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഹോൾട്ടാണ്. ഇനി എന്തായാലും മൈസൂരിനെ ബസ് നിർത്തുള്ളൂ. ഉഫ്, എന്താ ബെൻസിൻ്റെ പറപ്പിക്കൽ. വടകരയിൽ കോഴിക്കോട് സുൽത്താൻ ബത്തേരി വഴി മൈസൂർക്ക് പോണ സ്വിഫ്റ്റ് ബസ്സാണ്. ഇവർ നമ്മുടെ ഒപ്പം വന്നതാണ്, പക്ഷെ അവർ ആദ്യം എടുത്ത് പോണു. നമ്മുടെ ബസ് ഇങ്ങനെ സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? അങ്ങനെ നമ്മളും യാത്ര തുടങ്ങി. കണ്ടോ, ഗുണ്ടൽപേട്ടിലെ കൃഷിയിടങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെയൊക്കെ പൂക്കൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ഇങ്ങനെ പൂത്ത് വിടർന്ന് നിൽക്കുന്നത് കാണാം. പ്രത്യേകിച്ച് സൂര്യകാന്തി, അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി മാത്രമായിട്ട് ആളുകൾ ഗുണ്ടൽപേട്ടിൽ എത്താറുണ്ട്. കേരളത്തിലേക്ക് ഓണം സമയത്ത് ഒരുപാട് പൂക്കൾ എത്തുന്ന ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഗുണ്ടൽപേട്ടിൽ നിന്നും ഹിമവത് ഗോപാൽസ്വാമി ഹിൽസിലേക്ക് ഒരു റൂട്ടുണ്ട്. അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്, ഗോപാൽസ്വാമി ഹിൽസും അതോടൊപ്പം തന്നെ അവിടെയുള്ള ടെമ്പിളും. ഇപ്പോൾ ബസ്സിപ്പോൾ നഞ്ചങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നഞ്ചങ്കോട്, ഈ പേര് ഒരുപാട് മലയാള സിനിമകളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആക്ച്വലി നമ്മുടെ നിലമ്പൂരിൽ നിന്ന് നഞ്ചങ്കോടേക്ക് ഒരു റെയിൽവേ ലൈനിൻ്റെ പദ്ധതി കാലങ്ങളായിട്ട് കിടപ്പുണ്ട്. അതെങ്ങാനും നടന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂർക്കും മൈസൂർക്കൊക്കെ കേരളത്തിൽ നിന്ന് എളുപ്പം എത്താൻ പറ്റും. നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ റൂട്ടില്ലേ, അതിൻ്റെ എക്സ്റ്റൻഷൻ. പക്ഷേ ഇതൊക്കെ കാലങ്ങളായിട്ട് പെൻഡിങ്ങായി കിടപ്പാണ്. ബിരിയാണി എനിക്കൊരു 15 മിനിറ്റിൻ്റെ മയക്കം തന്നേ. അപ്പോഴേക്കും ഞാൻ കണ്ണു തുറന്നു, മൈസൂരെത്തി. മൈസൂർ കൊട്ടാരത്തിൻ്റെ മുഖ കവാടങ്ങളിൽ ഒന്നാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ മൈസൂർ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി. കഴിഞ്ഞ 6.5 മണിക്കൂറോളം എന്നെയും മറ്റ് യാത്രക്കാരെയും ചുമന്ന ബസ്സേ നന്ദി. ഇതാണ് മൈസൂരു ബസ് സ്റ്റാൻഡ്. ഇവിടെ നിറച്ച് KSRTC, അതായത് കർണാടക KSRTC ആണ്. അതങ്ങനെയാണല്ലോ. എന്തായാലും ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. തൃശ്ശൂർക്ക് പോകാൻ റെഡി ആയിട്ടൊരു ബസ് കിടപ്പുണ്ട്, പക്ഷെ നമ്മുടെ റൂട്ടിലല്ല, കോഴിക്കോട് വഴി പോകുന്നതാണ്. ബസ് ഫുള്ളാണല്ലോ. ഇതേതാ ഈ ബസ്? ഇതിൽ കയറാൻ ഇത്ര ക്യൂ ആൾക്കാർ, എൻ്റെ പൊന്നോ. KSRTCയുടെ ഐരാവത് സർവീസുകൾ കിടപ്പുണ്ട്. ബാംഗ്ലൂർക്കുള്ള വണ്ടിയായിരിക്കും മിക്കവാറും. പിന്നെ ഫുൾ സാരികേസാണ്. സാരിക എന്ന് പറയുന്നത് ഇവരുടെ കർണാടക KSRTCയുടെ ഒരു പേരാട്ടോ. തമിഴ്നാടിൻ്റെ ബസ് കിടപ്പുണ്ട്. അരസ് പോക്കുവരതു കഴകം, കോവൈ. കോവൈ, അതായത് കോയമ്പത്തൂരിലേക്ക്. എൻ്റെ പൊന്നോ, പനാജിയോ, ഇത് ഗോവയിലേക്കുള്ള വണ്ടിയാണല്ലോ. അത് ആശ്ചര്യപ്പെടാനൊന്നും ഇല്ല അല്ലേ, കർണാടകയുടെ മുകളിലുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗോവയാണല്ലോ. അങ്ങനെ മൊത്തം 4 സ്റ്റേറ്റിൻ്റെ ബസ് സർവീസുകൾ ഇവിടെ കാണാൻ പറ്റി. നമ്മൾ 7:50 രാവിലെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത യാത്രയാണ്. ഉച്ചക്ക് 3:15 മൈസൂരിലെത്തി. ഇവിടെ മൈസൂർ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള ശൗര്യ ലോഡ്ജിലാണ് നമ്മളിപ്പോൾ റൂം എടുത്തിരിക്കുന്നത്. യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര വലിയ ക്ഷീണമൊന്നും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇടയിലൊക്കെ നിർത്തിയത് ഞാൻ ഇറങ്ങിയത് കൊണ്ടൊക്കെ ആവാം. പിന്നെ നല്ല എൻജോയ് ചെയ്തിട്ടുള്ള യാത്രയാണ്. പോകുന്ന വഴിയിൽ നമുക്ക് കാട്ടിലെ ആനകളെയും മാനിനെയൊക്കെ കണ്ടു. നല്ലൊരു യാത്രയായിരുന്നു. പെട്ടെന്ന് എത്തി. അപ്പൊ ഇനി ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടില്ല. കുറച്ചും കൂടി കാഴ്ചകൾ, മൈസൂരിലെ കാഴ്ചകൾ നമുക്ക് കാണാം. അതിനു മുന്നേ ഈ റൂം കാണാം. നമ്മുടെ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ് ശൗര്യ ലോഡ്ജ്. ഇത് ഞാൻ ഒരിക്കലും ലൈക്ക് ഫാമിലിയിലൊന്നും ലൈക്ക് അത്ര റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഒരു ആവറേജ് റൂമാണ്. ബാച്ചിലേഴ്സ് ആയിട്ട് ഒരാളൊക്കെ ആയിട്ട് വരുമ്പോൾ ഓക്കെയാണ്. കാരണം മെയിൻ ആയിട്ട് ബസ് സ്റ്റാൻഡിന്റെ അടുത്തെടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇവിടുന്ന് പല യാത്രകളും ഉണ്ട്. അപ്പൊ അതിനൊരു സെൻട്രൽ പോയിന്റ് ഇടാൻ നല്ലത്. ഓയോ റൂംസ് ഒക്കെ തന്നെ കുറച്ച് ദൂരെയാണ്, ഒരു 8-9 കിലോമീറ്റർ ദൂരെയായിട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് ഇത് എടുത്തത്. ഇത് 1000 രൂപയാണ് അവർ പറഞ്ഞത്, പക്ഷെ 1000 രൂപയ്ക്കൊന്നും തീരെ വർത്തില്ല. അതുകൊണ്ട് നമ്മൾ ബാർഗെയിൻ ചെയ്ത് 700 എത്തിച്ചു. ഇതിപ്പോ ഓഫ് സീസൺ ആണ്, അതുകൊണ്ട് തന്നെ ബാർഗെയിനിങ് ഒക്കെ നടക്കും. അപ്പോൾ മാക്സിമം ബാർഗെയിനിങ് ചെയ്യുക. ഇവിടെ തന്നെ എന്നല്ല, ഇവിടെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പല ലോഡ്ജുകളും ഉണ്ട്. അപ്പോൾ ബാർഗെയിൻ ഒക്കെ ചെയ്ത് റൂം എടുക്കാം.
ഒരു ഡീസൻറ്റ് റൂം. അപ്പം ഞാനൊന്ന് പുറത്തിറങ്ങി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ഒരു അമ്മ ഇവിടെ പൂ വിൽക്കുന്നത് കാണുന്നത്. ഈ പ്രായത്തിലും ആ അമ്മ അധ്വാനിക്കുന്നത് കാണുമ്പോൾ ഫീലിംഗ് സോ പ്രൗഡ്. ഹാറ്റ്സ് ഓഫ് ടു ഹെർ. ഇത് മൈസൂരിലെ ഫേമസ് വുഡ്ലാൻഡ്സ് തിയേറ്റർ 1922 സ്റ്റാർട്ട് ചെയ്തതാണ്. കർണാടകയിലെ തന്നെ പഴയ തിയേറ്ററുകളിലൊന്നാണ്. കന്നഡ സൂപ്പർ സ്റ്റാർ ദർശൻ തകുദീപയുടെ പുതിയ സിനിമ കാട്ടേറയാണ് ഓടുന്നത്. ഇത് കൊള്ളാമല്ലേ, 3 ആനകളുടെ ഒരു മോഡല്. 3 ആനകളുടെ മുമ്പിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. സോ മൈസൂർ എന്ന് പറയുമ്പോൾ തന്നെ പാലസ് ആണ്, പാലസ് സിറ്റി. നമ്മുടെ ഉദയ്പൂരൊക്കെ പോലെ തന്നെ സൗത്തിലെ പാലസ് സിറ്റി. സോ ഈ മൈസൂർ ദസറ സമയത്ത് ഇങ്ങനെ ആനപ്പുറത്തൊക്കെ കയറിയിട്ട് എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്നിപ്പോ പാലസ് കാണാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം 5:30-ക്കാണ് പാലസിന്റെ ക്ലോസിങ് ടൈം. ഇപ്പൊ നമ്മളൊന്നൊരു നടത്തമൊക്കെ പാസ്സാക്കി ഒരു ചായയൊക്കെ കുടിച്ച് പോയപ്പോഴേക്കും ഏതാണ്ട് 5 മണി ആവാറായി. ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ പാലസ് ശരിക്കും ഒന്നും അവിടെ കാണാൻ പറ്റും. അവിടെ പാലസ് നമുക്ക് നാളത്തേക്ക് മാറ്റാം. ഇവിടെ ഫേമസ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്വീറ്റാണ് മൈസൂർ പാക്ക് അല്ലേ? ആ മൈസൂർ പാക്കിന് മൈസൂർ പാക്ക് എന്ന് പേര് വരാൻ കാരണം എന്താണെന്നറിയോ? വേറൊന്നുമല്ല, ആ മൈസൂർ പാക്ക് ഉണ്ടായത് മൈസൂരുകാരാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കിയത് മൈസൂരുകാരാണ്. അതായത് ഈ ഇവിടുത്തെ രാജാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം ഇവിടെ സ്വീറ്റ്സ് ഉണ്ടാക്കിയതാണ്. ഒരു സ്വീറ്റ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു അവിടുത്തെ ഗുരു സ്വീറ്റ്സ് എന്ന് പറഞ്ഞ ഒരു കടയിൽ. ആ കട ഇപ്പം നടത്തുന്ന ആളുടെ മുത്തച്ഛൻ്റെ ആ കാലത്ത് നടന്ന കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ അന്ന് അവരുണ്ടാക്കിയ മൈസൂർ പാക്കാണ്. എന്നതിന് മൈസൂർ പാക്ക് എന്നല്ല, വേറെ വല്ല പേരും ആയിരിക്കാം. അപ്പോൾ ഇപ്പോഴും ആ സ്വീറ്റ് ഷോപ്പ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പോയി കാണാം, കഴിക്കാം. കർണാടകയുടെ കൾച്ചറൽ ക്യാപിറ്റൽ മൈസൂരാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ സിറ്റി മൈസൂരാണ്. ക്യാപിറ്റൽ സിറ്റിയായ ബാംഗ്ലൂരിൽ നിന്നും ഏതാണ്ട് 150 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഞാൻ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ ഉണ്ടെന്ന് കാണിച്ചു. അപ്പോൾ എന്തായാലും ഒരു ഓട്ടോ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. മൈസൂരിലെ KR സർക്കിളിലെ ദേവരാജ മാർക്കറ്റ്, ആ മാർക്കറ്റിൽ കാണുന്ന ഫസ്റ്റ് ഷോപ്പ് തന്നെയാണ് ഗുരു സ്വീറ്റ് മാർട്ട്. ഇത് രാവിലെ 8:30-ക്കാണ് ഓപ്പൺ ചെയ്യുന്നത്, രാത്രി 10:30 വരെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി. ഗുരു സ്വീറ്റ് മാർട്ട് സിൻസ് 1938. വർഷം 1938 മൈസൂരിലെ രാജാവായിരുന്ന കൃഷ്ണരാജ വാഡിയാർ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടുത്തെ ഷെഫായിരുന്ന ശ്രീ കക്കസൂര മടപ്പ ഉണ്ടാക്കിയ ഒരു ഡിഷാണ് മൈസൂർ പാക്ക്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇംഗ്ലീഷിലും കന്നഡയിലും ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ സ്വീറ്റ് ഇഷ്ടപ്പെട്ട രാജാവ് അതിന് പേരിട്ടു മൈസൂർ പാക്ക് എന്ന്. ഇവിടെ നല്ല തിരക്കാണ്, അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യുന്നത് എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല. എന്തായാലും മൈസൂർ വരുന്നവർ ഇവിടെ വന്നിട്ടൊരു മൈസൂർ പാക്ക് കഴിച്ച് പോകാറുണ്ട്. അപ്പം ഞാനും വാങ്ങിയ ഒരു സാമ്പിൾ മൈസൂർ പാക്ക് 30 രൂപയാണ് ഇതിന്. പല വെറൈറ്റീസ് ഓഫ് മൈസൂർ പാക്ക് ഉണ്ട്. ഞാൻ ഗീ മൈസൂർ പാക്കാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ ദേവരാജ മാർക്കറ്റിൽ തന്നെയുള്ള മറ്റൊരു ഫേമസ് സ്വീറ്റ് ഷോപ്പാണ് ആ കാണുന്നത്, മഹാലക്ഷ്മി സ്വീറ്റ്സ്. നമ്മുടെ ഈ ട്രാവൽ സീരീസ്, മൈസൂർ ട്രാവൽ സീരീസിന്റെ ആദ്യ ഭാഗം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമ്മുടെ നാടായ വാടനാംകുറിശ്ശിയിൽ നിന്നും മൈസൂരിലേക്ക് എത്തി. മൈസൂരിലെ കാഴ്ചകൾ, ചെറിയ കാഴ്ചകൾ, ഭക്ഷണ വിശേഷങ്ങൾ ഒക്കെ ആയിട്ടുള്ള ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട്, ലൈക്ക്, കമൻറ്റ്, ഷെയർ രൂപത്തിൽ തരിക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതായത് മൈസൂരിലെ തന്നെ മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. അതുവരേക്കും ബൈ. സൈനിങ് ഔട്ട് ഫ്രം അർജുൻ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമുക്ക് ഉടനെ കാണാം.